അള്ളാഹുവിന് ഇഷ്ടം കൂടുന്ന സമയം അള്ളാഹു ഒരുപാട് നമ്മളെ പരീക്ഷിക്കും. ഈ പരീക്ഷണമെല്ലാം പരീക്ഷിച്ചിട്ട് അവസാനം നമ്മൾ വിജയിക്കുമ്പോൾ അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കും. അതാ സമ്മാനം, അതാണ് പ്രതിഫലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, പേടി തരും നിനക്ക് ഞാൻ ഭയം തരുവടാ. പേടിച്ച് നീ ജീവിക്കണം. ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു മുസ്ലിം ജീവിക്കണമെങ്കിൽ പേടിച്ച് ജീവിക്കണം. എവിടെ നോക്കിയാലും ശത്രു, എപ്പോൾ വേണമെങ്കിലും അടിക്കും, എപ്പോൾ വേണമെങ്കിലും വെട്ടും, എപ്പോൾ വേണമെങ്കിലും പുറത്താക്കും. പേടിച്ചു ഭയപ്പെടുത്തു അല്ലാഹ്. NRC ഒക്കെ അതിൻ്റെ ഭാഗമാണ്. ഇപ്പൊ സ്വാതന്ത്ര്യ മലബാറൊക്കെ ഇപ്പൊ കലാപമായി മാറി. സ്വാതന്ത്ര്യ സമരമൊക്കെ എല്ലാവരും ഏറുവന്തെറിയുടെ പോലെ അവിടെ നിന്നിട്ട് ഓരോ എവിടെ ഇട്ട് നമുക്കെതിരെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ശത്രുക്കൾ നമ്മളെ കൊല്ലും, വെട്ടും, ഒന്നും ചെയ്യത്തൊന്നുമില്ല, വരട്ടും നമ്മളെ. അല്ല ഇങ്ങനെ പേടിപ്പിച്ചു നോക്കും, പൊട്ടുപോയോ ഓടുപോന്നറിയാൻ. അപ്പൊ വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം അല്ലാഹു തരും. ഭയപ്പെടുത്തു അല്ലാഹ്, വരണ്ടോടുമോ എന്ന് നോക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ്, പട്ടിണി അല്ലാഹു തരും, വിശപ്പ് തന്നിട്ട് അള്ളാഹു പരീക്ഷിക്കും. കൊറോണ വന്നിട്ട് കച്ചവടമൊക്കെ പൊട്ടി ഇപ്പോൾ ഒരു പരുവത്തിലായിരിക്കുക, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അള്ളാഹു വിശപ്പ് തരും. അള്ളാഹു നമ്മുടെ കച്ചവടങ്ങൾ മുഴുവനും തകർക്കും, നമ്മുടെ സമ്പത്ത് തകർത്തു നോക്കും, നമ്മുടെ മക്കളെ മരിപ്പിച്ചു നോക്കും, നമുക്ക് രോഗങ്ങൾ തരും. ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ അള്ളാഹു നമുക്ക് തരും. പക്ഷേ ഈ പരീക്ഷണങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവൻ എന്തേ പറയണമെന്നറിയുമോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാ അള്ളാഹു അങ്ങനെയുള്ള മനുഷ്യന്മാരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇതൊക്കെ വരുമ്പോഴവൻ എന്താ പറയണമെന്നറിയോ? ജീവിതത്തിൽ ഇത്രയും വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവൻ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാം അള്ളാഹിൻ്റെ അടുത്തോട്ട് തന്നെയല്ലേ തിരിച്ചു പോകണ്ടേ? അതന്നെ, എനിക്കെന്ത് പേടി? പോയാ പോകട്ടെ, വന്നേ, മരിക്കേണ്ട സമയത്ത് മരിക്കും. രോഗമുള്ളവരുണ്ട്, ക്യാൻസർ വരുമ്പോ, രോഗങ്ങൾ വരുമ്പോ കരയും നിലവിളിയും. രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മരിക്കേണ്ട സമയത്ത് മരിക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്. പടച്ചവനെ, നേരത്തെ വഴുതു പറയുമ്പോൾ ഇരിക്കാൻ കസേരയിൽ ആള് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ആരുമില്ല, മലക്കുകളാണ്. 6 മലക്കുകൾ വലതും ഇടതും ഇരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. വാ ഇങ്ങോട്ട് കയറി ഇരിങ്ങൾ. ഇപ്പം ആരുമില്ല. പോയിരുന്നോണ്ടേ, കുഴപ്പമില്ല. ഇവിടെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് അവിടെ ഇരിക്കണേ. പോയിരുന്നു, നല്ല കാര്യം. അൽഹംദുലില്ലാ. സജീവണ്ണനില്ല, മുബാസണ്ണ ഇല്ല, എല്ലാവരും അവിടെ ഇരുന്നു. അൽഹംദുലില്ലാ, എല്ലാവരും അവിടെ ഇരിക്കുക. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അള്ളാഹു ഭയം തരും, പട്ടിണി തരും, ദാനനഷ്ടം വരും, ജീവനഷ്ടം വരും, വിഭവം നിങ്ങളെ നഷ്ടപ്പെടുത്തും. എന്നിവ മുഖേന ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി ഹത്താ യൽഖല്ലാഹു വ മാഅലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും തന്റെ ശരീരത്തിലും സമ്പത്തിലും സന്താനത്തിലും പരീക്ഷണമുണ്ടായിക്കൊണ്ടിരിക്കും. അയാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ. അപ്പോൾ അതാ യാതൊരു തെറ്റുമുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സർവ്വ നഷ്ടങ്ങളും അള്ളാഹു നിനക്ക് തരും. പക്ഷേ ഈ നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോ ക്ഷമിച്ചിട്ട് അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ പാവങ്ങൾ ചെയ്യാത്തവനെ പോലെ അല്ലാഹുവേ ഒരു തെറ്റും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അവൻ അങ്ങനെ അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും സംഭവിക്കുന്നത് പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. സത്യവിശ്വാസി ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ അവന് കഴിയുകയില്ല. കാരണം
ആത്മഹത്യ ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ചെയ്യുന്നതിലൂടെ അവനുണ്ടാകുന്ന നഷ്ടമെന്തെന്നറിയുമോ? പരീക്ഷണത്തിൽ അവന് പരാജയപ്പെട്ടു പോകല. പടച്ചവനെ, കടം വരുമ്പോ എങ്ങനെയെങ്കിലും കടം വീട്ടണമല്ലോ. കടം ജീവിതത്തിലുണ്ട്. ആരോ ഒരാളെന്ന് പറഞ്ഞു, ഷിഹാബുക്കാന്ത് ആരോ ഒരാൾ പറഞ്ഞു, ഉസ്താദ് എനിക്ക് 1 കോടി രൂപയുടെ കടവുണ്ടെന്ന്. എന്നിട്ട് ചിരിക്കണം മുഖത്തോന്ന്. എൻ്റെ പൊന്നാര ചങ്ങാതി, കടവുണ്ടെന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്ത കടത്തിന് പരിഹാരമാവോ? പെണ്ണും പിള്ളയും മക്കളുടെ കാര്യം പോയി, അത്രയേ ഉള്ളൂ. നീ അങ്ങ് പോകും പള്ളിക്കൊടിയിൽ, നിന്റെ ഭാര്യയും മക്കളുടെയും വീടിന്റെ മുന്നിൽ പൈസയ്ക്ക് വേണ്ടി ആള് വന്നിരിക്കുക, അപ്പം പരിഹാരമല്ല. അല്ല എന്തേ പറഞ്ഞ്, എടാ നിനക്ക് കടമുണ്ടോ? കടമുണ്ടെങ്കിൽ അത് കൊടുക്കണമെന്നുള്ള ബോധം നിനക്കുണ്ടെങ്കിൽ ഞാൻ നിന്റെ കടം വീട്ടി തരും. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിനക്ക് സാമ്പത്തികമായി കടമുണ്ടെങ്കിൽ ആ കടം വീട്ടണം. എനിക്ക് കടമുണ്ട്, മരിക്കുന്നതിന് മുമ്പ് ഇത് വീട്ടണം എന്നുള്ള ബോധം നിനക്കുണ്ടെങ്കിൽ, ആ ഓർമ്മ നിനക്കുണ്ടെങ്കിൽ, അള്ളാഹു വീട്ടി തരും നിന്റെ കടം. കടമുണ്ട്, ഞാൻ വീട്ടൂല, ഞാൻ കൊടുക്കൂല, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് വായി നോക്കി നടന്ന റബ്ബ് കൈവിടും. അത്രയേ ഉള്ളൂ. ആത്മഹത്യ ചെയ്താൽ നിന്റെ പെണ്ണും പിള്ളയും മക്കളുടെയും സമാധാനം കൂടെ പോകും. ഒരിക്കലും പരിഹാരമല്ല, അത് പരാജയപ്പെടല. ആ പരീക്ഷണത്തിന്റെ മുന്നിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെങ്കിലും ഒരു രോഗം വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് തൂങ്ങിയ, എന്നാ മനസ്സിലാക്കേണ്ടത് എന്താ? മരിക്കേണ്ട സമയത്തെ മരിക്കൂ. രോഗം വന്നാലും വന്നില്ലെങ്കിലും മരിക്കൂലേ? എന്തുകൊണ്ടാ മരിക്കൂ? ഭാഷക മരിക്കൂ? മരിക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞാൽ രോഗം വല്ലതും വേണോ? ഒരു രോഗവും വേണ്ട. എത്രയോ ആൾക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു, അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചോ, കൊണ്ടുപോക്കോ, ഇപ്പോഴും ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള പലരും. എന്നാ വാപ്പാനെ ആശുപത്രി കൊണ്ടുപോയ ഓൻ താഴെ കിടക്കുന്നുണ്ട്. അള്ളാഹു കവർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. വാപ്പ ഇപ്പൊ മരിക്കൂന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോകാൻ പറഞ്ഞവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ആശുപത്രി കൊണ്ടുപോയവൻ കബറും കാട്ടി കിടക്കുന്നുണ്ട്. അതാ മനസ്സിലാക്കേണ്ടത്. അതാ കവി പറഞ്ഞത്, تؤمل في الدنيا طويلا ولا تدري إلى جن ليل هل تعيش إلى الفجر وكم من صحيح مات من غير إلتي وكم من مريض عاش دهرا على دهري. കവി പറയുകയാ, എത്രയോ ആരോഗ്യമുള്ളവരുണ്ടായിരുന്നു, നിന്ന നിപ്പിന് വീണ് മരിച്ചുപോയി. പക്ഷെ മരിക്കൂന്ന് പറഞ്ഞ കടന്ന ആൾക്കാർ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരീക്ഷണങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടമല്ല, ആ പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടു പോകല. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത്. ഈ ഭൂമുഖത്ത് വന്ന 100,000-ൽ പരം വരുന്ന പ്രവാചകന്മാരും അവർ കൊണ്ടുവന്ന വേദഗ്രന്ഥങ്ങളും ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. അതുകൊണ്ടാ പറഞ്ഞത്, നീ അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു വിശ്വസിക്കുക. വിശ്വാസികൾക്ക് ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തമാശയ്ക്ക് പോലും ഞാൻ ഇപ്പൊ ചത്തുകളയെന്ന് പറയാൻ പറ്റൂല. ബോധമുള്ളവൻ പറയോ? ഈമാനുണ്ടോ ഇല്ലെന്നല്ല, ഒരു വിശ്വാസി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ എന്ന് പറയുന്ന വാക്ക് അവന്റെ നാവിൽ നിന്ന് വരൂല. കാരണം അള്ളാഹുവിന്റെ ദീൻ, ഖുർആൻ, ഹദീസ്, ചരിത്രങ്ങൾ ഇത് മുഴുവനും പഠിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ഒരുത്തനും ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുക പോലുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ദീൻ പറയുന്ന ഒന്നാമത്തെ കാര്യം, എടാ നിന്നെ ഞാൻ പരീക്ഷിക്കും, നിന്റെ മക്കളെ മരിപ്പിക്കും, നിനക്ക് കടം തരും, നിന്റെ കച്ചവടം ഞാൻ പൊളിക്കും, നിന്റെ സർവ്വതും ഞാൻ നഷ്ടപ്പെടുത്തും, നിന്നെ ഒന്നുമില്ലാത്തവനാക്കും, നിന്റെ മക്കളെ വരെ ഞാൻ മരിപ്പിക്കും. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് നിന്റെ ഈമാൻ ഉറച്ചതാണോ എന്ന് നിന്നെ അളക്കാനാണ്.
അല്ല പറയാ, നിന്നെ ഞാൻ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് നീ എന്നെ വിശ്വസിക്കുന്നവനാണെന്ന് പറയുന്നുണ്ട്. ഈമാൻ അത് ഹൃദയം കൊണ്ടാണോ നാവ് കൊണ്ടാണോ, ഈമാൻ ഉറച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിന്നെ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നിനക്ക് തരും. നീ പരാജയപ്പെട്ടു പോകരുത്, നീ ക്ഷമിക്കണം, നീ സഹിക്കണം. എൻ്റെ മുന്നിൽ വരുമ്പോൾ ഒരു പാപവും ചെയ്യാത്തവനെ പോലെ സ്വർഗത്തിൻ്റെ അവകാശിയായി നീ എന്നെ കണ്ടുമുട്ടും എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഒരു ബോധമാണ് നമുക്ക് വേണ്ടത്. ഒന്നാമത് വേണ്ടത് ഇതാ. രണ്ടാമതായിട്ടോ അള്ളാഹുവിന്റെ ഖലായിലും ഖദറിലുമുള്ള വിശ്വാസമാണ്. ഇസ്ലാം മനുഷ്യരെ പഠിപ്പിച്ചു തരുന്ന ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് രോഗം ബാധിക്കും, അവന് എന്താ പ്രയാസങ്ങൾ അവന്റെ ജീവിതത്തിൽ കടന്നു വരും. ഇതൊക്കെ മുമ്പുള്ളവർക്കും വന്നത് തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി വരാനിരിക്കുന്നവർക്കും കടന്നു വരുന്നതാണ്. അതുകൊണ്ട് നീ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ കതബല്ലാഹു മകാദിറൽ ഖലായികി ഖബല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർള് ബി 50,000 സന. ഈ ഒരൊറ്റ ഹദീസ് നിന്റെ ഹൃദയത്തിൽ എഴുതി വെക്ക്. ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നവര്, ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നവര്, മരണം കൊണ്ട് സർവ്വതും അവസാനിക്കുമെന്ന് കരുതുന്നവര്, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് അല്ലാഹു സൃഷ്ടികളുടെ മിഖ്ദാറുകൾ, അളവുകൾ, അളവ് തോതുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഭൂമിയെ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ അളവ് തോത് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന് നബിയിന റസൂലുള്ളാഹി. ഈ ലോകം സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് തന്നെ സിറാജിന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യം അല്ലാഹ് തീരുമാനിച്ചു കഴിഞ്ഞു, അളന്ന്. പിന്നെ ഞാൻ എന്തിനാ? എന്റെ പ്രിയപ്പെട്ടവരെ, എവിടാ മനസ്സിലാക്കേണ്ടത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഖുർആൻ, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഭൂമിയിൽ നിങ്ങളുടെ അവിടുന്ന് ഖുർആൻ പറയുകയാ, നിങ്ങളെ ഞാൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിന്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നതിന്റെ ആശയം. അതുകൊണ്ട് ഇവിടുത്തെ ജീവിതം അത്ര എളുപ്പത്തിലല്ല എന്ന് ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഇതൊക്കെ ഇങ്ങനെ മുൻകൂട്ടി രേഖപ്പെടുത്തിയത്? അല്ലെങ്കിൽ ഈ വസ്തുക്കൾ ജനങ്ങളെ അറിയിച്ചത് എന്തിനു വേണ്ടിയാ? അതിനുള്ള മറുപടിയായിട്ട് അള്ളാഹു പറയുകയാണ്, لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختار فخور. എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ നിശ്ചയിച്ചത്? ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുകയാണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നത് ജീവിതത്തിൽ പെട്ടെന്ന് മക്കൾ മരിച്ചു പോകുമ്പോൾ വിളിച്ചുകൂവി നിലവിളിക്കാനല്ല. ഇത് റബ്ബ് മുൻകൂട്ടി തീരുമാനിച്ചതാ. ഇത് റബ്ബിന്റെ തീരുമാനമാ. വൽ ഖദിരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നമുക്ക് ചിന്തിക്കേണ്ടതാ. ഈമാൻകാരി എത്ര എണ്ണം ഉണ്ട്? ഞാൻ ഇറങ്ങി ഇപ്പോൾ പോകും എങ്ങോട്ടെങ്കിലും. ഈമാൻകാരി എത്ര എണ്ണം ഉണ്ട്? 6 5 അല്ലേ? 7. ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തത് എന്താ? മദ്രസയിൽ നിന്ന് തുടങ്ങാം. ഒന്നാമത്തെ എന്താ? 2 ഏതെങ്കിലും ഒന്നി എല്ലാരും കൂടെ ഒരുമിക്ക്. ഒന്നി മുറുസല് അല്ലെങ്കിൽ മലക്ക്. 3
4 5 സുബ്ഹാനല്ലാഹ്. ഈമാൻകാരി 6 ഉണ്ട്. 1 അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, 2 അള്ളാഹുവിൻ്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, 3 അള്ളാഹുവിൻ്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക, 4 അള്ളാഹുവിൻ്റെ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുക, 5 പള്ളിക്കുഴി കൊണ്ടുവെക്കുന്നൊരു ദിവസം ഉണ്ടെന്ന് വിശ്വസിക്കുക, അന്ത്യദിനത്തെ കൊണ്ട് വിശ്വസിക്കുക, 6 അള്ളാഹയെ വിശ്വാസമുണ്ട്, അള്ളാഹിൻ്റെ മലക്കുകളെ വിശ്വാസമുണ്ട്, അള്ളാഹുവിൻ്റെ ഖുർആനിൽ വിശ്വാസമുണ്ട്, മുർസലീങ്ങളിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. ഇല്ലേ? 6ാമത്തെ കാര്യത്തിൽ വിശ്വാസമില്ല. 6ാമത്തെ കാര്യത്തിൽ എന്തേ? വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഖൈറും ഷർറും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്, സന്തോഷവും ദുഃഖവും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്, രോഗവും ആരോഗ്യവും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്, സമ്പത്തും സമ്പത്തില്ലായ്മയും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്. ഇത് വിശ്വസിച്ചാലേ നീ ഈമാനുള്ളവനാകൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 5 വിശ്വാസമുണ്ട്, 6ാമത് വന്നപ്പോൾ പൊട്ടി. 5 കാര്യത്തിൽ വിശ്വാസമുണ്ട്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ചാകാനും പിടിക്കാനും ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ഓടലല്ല, ഒളിച്ചോട്ടമല്ല. എടാ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാ. ഇത് റബ്ബിന്റെ തീരുമാനമാണെന്നുള്ള ബോധം നമ്മൾക്കില്ലാതെ വരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലപടം പറയുന്ന ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തത്, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ്, അവന്റെ മുൻനിശ്ചയം അനുസരിച്ചാണ് എന്ന് വിശ്വസിക്കുക എന്നുള്ളതൊരു മുസ്ലിമിന്റെ ബാധ്യതയാ. അത് വിശ്വസിക്കുമ്പോഴാണ് അവൻ ഈമാനുള്ളവനാകുന്നത്, മുസ്ലിമാകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാൻ കാര്യം പോലും നേരെയാകാത്തവനെ കുറിച്ച് പിന്നെ എന്തു പറയാനാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ ഉറയ്ക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടമെന്തെന്നറിയുമോ? അല്ലാഹുവേ, അവന്റെ അവസാനം മോശമായി പോകുന്ന അവസ്ഥയാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈമാൻ കാര്യം ഉറയ്ക്കാത്തത് കൊണ്ടാ അവസാനവും മോശമായി പോകുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഒന്നാമത് നീ ചിന്തിക്കേണ്ടത്, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ടെസ്റ്റ് ചെയ്യാൻ, നിന്നെ പരീക്ഷിക്കാൻ ഞാൻ പലതും നിനക്ക് തരും. നീ തോറ്റുപോകാതെ പിടിച്ചു നിൽക്കണം. എങ്കിൽ എൻ്റെ മുന്നിൽ വരുമ്പോൾ പാപങ്ങൾ പൊറുത്തവനായി നീ എൻ്റെ അടുക്കൽ വരും. 2, എടാ, എൻ്റെ തീരുമാനമാ. ഖൈറും ഷർറും അത് നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നീ ക്ഷമിക്കാൻ നീ തയ്യാറാകുക. എങ്കിലേ നിനക്ക് രക്ഷയുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3, ജീവിതത്തിൽ എന്തു തന്നെ പ്രതിസന്ധി ഉണ്ടായാലും ഒരു ഘട്ടത്തിലും മരണത്തെക്കുറിച്ച് ആഗ്രഹിക്കുകയോ ആലോചിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന 3ാമത്തെ കാര്യം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തു പ്രതിസന്ധി ഉണ്ടായാലും മരണത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. ആരോഗ്യത്തോടു കൂടി കിടക്കുമ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കൂ? പൈസ ഉള്ളപ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കൂ? ഇല്ല. കച്ചവടം ഉള്ളപ്പോൾ അല്ലാഹ് മരണത്തെക്കുറിച്ച് ചിന്തിക്കൂ? ഇല്ല. കടം വരുമ്പോൾ, നഷ്ടം വരുമ്പോൾ, ദാരിദ്ര്യം വരുമ്പോൾ, രോഗം വരുമ്പോൾ, തീർന്നാ മതിയായിരുന്നു, അപ്പം ചിന്തിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനും പഠിപ്പിക്കുകയാ. 3, ജീവിതത്തിൽ എത്ര വലിയ, ഇനി ലോകം മുഴുവനും തകർന്ന് എന്തുണ്ടായാലും നിനക്കൊരു ചുക്കുമില്ല, ഉണ്ടാതിരിക്കണം. ജീവിതത്തിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല. അത് സമയമാകുമ്പോൾ വരും, എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല. നന്നാക്കാൻ വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു ഈമാൻ മാറാകട്ടെ. നമുക്ക് വേണ്ട, ജീവിതത്തിൽ വേണ്ട ഇസ്ലാം പഠിപ്പിക്കുന്ന 3ാമത്തെ കാര്യം, മരണത്തെക്കുറിച്ചുള്ള ആലോചന പോലും വേണ്ട. അതിനെക്കുറിച്ച് നീ ചിന്തിക്കരുത്. അന്നബി ഹുറൈറത റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യതമന്ന അഹദുകുമുൽ മൗത ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു യസ്ദാദ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ ആരും തന്നെ മരണത്തെ ആഗ്രഹിക്കരുത്. അവന് സച്ചരിതനാണെങ്കിൽ നന്മ കൂടുതൽ വർദ്ധിപ്പിക്കലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു കാരണവശാലും നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത്.
മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. നിങ്ങൾ നല്ലവരാണെങ്കിൽ നന്മകൾ അധികമായി വർദ്ധിപ്പിക്കുക, ദുഷ്കർമ്മികളാണെങ്കിൽ അവയിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുക എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. തന്നെ മരണത്തെ ആഗ്രഹിക്കാൻ പാടുണ്ടോ? എളുപ്പം മരിച്ചാൽ മതിയായിരുന്നു, പടച്ചോനെ പെട്ടെന്ന് പോകാമായിരുന്നു, അല്ല. ആഗ്രഹിക്കരുത്. നമ്മൾ ജീവിക്കാനാണ് ആഗ്രഹിക്കേണ്ടത്. മരണത്തെ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. പിന്നെ ചിലരൊക്കെ പറയും, ഉസ്താദെ പാവങ്ങളൊക്കെ ചെയ്ത് അടക്കൽ എന്നില്ല. നീ നന്മ ചെയ്യുന്നവനാണോ അധികമായിട്ട് നന്മ ചെയ്, തിന്മ ചെയ്യുന്നവനാണോ അധികമായിട്ട് തിന്മ ചെയ്യാനല്ല, തൗബ ചെയ്തു മടങ്ങ്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യതമന്ന അഹദുകുമുൽ മൗത വലാ യദഉ ബിഹി മിൻ ഖബ്ലി അൻ യഅതിയഹു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നിങ്ങൾ ഒരാളും മരണത്തെ കൊതിക്കരുത്, അത് മരണം അവന് വരുന്നതിന് മുമ്പായി അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി കേൾക്കുക. ഒന്ന്, നിങ്ങൾ ഒരാളും മരണത്തെ കൊതിക്കരുത്. രണ്ട്, മരണം വരുന്നതിന് മുമ്പായിട്ട് വരാൻ നീ പ്രാർത്ഥിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു എൻ്റെ മരണത്തിന് നേരത്തെ ആക്കി തരണേ അല്ലാ, ചോദിക്കാൻ പാടില്ല എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിശ്ചയം നിങ്ങൾ ഒരു നാൾ മരണപ്പെടും. അല്ല, ഒരു ദിവസം എന്തായാലും നമ്മൾ മരണപ്പെടും. അവൻ്റെ കർമ്മങ്ങളെല്ലാം മുറിഞ്ഞു പോകുന്നതാണ്. നിശ്ചയം വിശ്വാസിക്ക് അവൻ്റെ ആയുസ് നന്മയല്ലാതെ ഒന്നും വർദ്ധിപ്പിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ എന്തായാലും ഒരു ദിവസം മരിക്കും. പക്ഷേ നമ്മൾ എന്തേ ചെയ്യേണ്ടത്? നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നന്മകൾ അധികരിപ്പിക്കുക, അതേ നേട്ടമുള്ളൂ. ജീവിതത്തിൽ നമുക്ക് എന്തായാലും ഒരു ദിവസം ഞാൻ മരിക്കും, 34 വയസ്സായ ഞാൻ എന്നായാലും ഒരു ദിവസം മരിക്കും. പക്ഷേ ജീവിക്കണ കാലത്തോളം നന്മകൾ അധികമായി ചെയ്തിട്ട് പോകുമ്പോഴേ രക്ഷയുള്ളൂ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരാളും തനിക്ക് ബാധിച്ചിട്ടുള്ള ദുരിതത്തിൽ മരണത്തെ കൊതിക്കരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തെങ്കിലും രോഗമാകട്ടെ, എന്തെങ്കിലും വലിയ രോഗങ്ങളാകട്ടെ, മരുന്നുകളില്ലാത്ത രോഗമാകട്ടെ, എന്തു വന്നാലും മരണത്തെ എന്ത് ചെയ്യാൻ പാടില്ല? കൊതിക്കരുത്. മരിച്ചാൽ മതിയായിരുന്നു. എന്ത് ജീവിതം? അല്ലാഹുവേ, ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റുന്നില്ലല്ലോ, തീർന്നാ മതിയായിരുന്നു. കൊതിക്കരുത്. ഒരിക്കലും മരണത്തെ നിങ്ങൾ കൊതിക്കാൻ പാടില്ല. എന്തു വലിയ പ്രശ്നമുണ്ടായാലും അതിന് കഴിയില്ലെങ്കിൽ അവൻ ഇപ്രകാരം പറയട്ടെ, അല്ലാഹുവേ, എനിക്ക് ഏതാ ചെയ്യേണ്ടത്? കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരാൾ, അദ്ദേഹത്തിന് വളരെ പ്രയാസത്തില്ല, ജീവിച്ചിരുന്നിട്ട് ഇനി ഒരു കാര്യമില്ല, എന്നാലും മരണത്തെ ആഗ്രഹിക്കരുത്. ഇനി അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യേണ്ടത്? അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി. അവിടെ നിന്ന് ദുആ ചെയ്യാൻ പറഞ്ഞത്, അല്ലാഹുവേ, എനിക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണം. ഇല്ല, മരണമാണ് ഉത്തമമെങ്കിൽ നീ എന്നെ മരിപ്പിക്കണം എന്നാണ് ദുആ ചെയ്യേണ്ടത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചിലരൊക്കെ ആക്സിഡന്റ് പറ്റി കിടന്ന കിടപ്പിൽ കിടന്ന് മൂത്രമൊഴിച്ചു ബോധമില്ലാതെ കിടക്കുന്നവരുണ്ട്. അവരെ പോകുമ്പോൾ അല്ലാഹു നീ മരിപ്പിക്കണേന്നല്ല എന്ത് ദുആ ചെയ്യേണ്ടത്? അല്ലാഹുവേ, ജീവിതം ഖൈറാണെങ്കിൽ നീ ജീവിപ്പിക്കും, അല്ല മരണമാണ് ഖൈറെങ്കിൽ നീ മരിപ്പിക്കുക. എങ്കിലും അങ്ങനെയേ പറയാവൂ, അല്ലാതെ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കുകയോ മരിക്കാൻ വേണ്ടി ആയുസ് തീരുന്നതിന് മുമ്പ് ആ മരണം വരാൻ വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നമ്മൾ മൂന്നാമതായി ചെയ്യേണ്ട കാര്യം അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കുക. അള്ളാഹു നമുക്ക് പ്രതിഫലം തരുമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. 4, ആത്മഹത്യ എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു പാപമാണെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 4ാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ദീൻ ആത്മഹത്യ എന്ന് പറയുന്നത് ചെറിയൊരു പാപമായിട്ടല്ല കാണുന്നത്, ഒരു വലിയ പാപമായിട്ടാണ് കാണുന്നേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, ആത്മഹത്യ മരിക്കണമെന്ന് ചിന്തിക്കുന്നവരോട്, തമാശയ്ക്കാണെങ്കിലും ഞാൻ മരിക്കും, ഇപ്പൊ ഞാൻ മരിക്കുമെന്ന് പറയുന്നവരോട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്യരുതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങളെ തന്നെ കൊല്ലരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവനവൻ തന്ന അനുമതിയില്ലാതെ തിരിച്ചെടുക്കാൻ, അള്ളാഹു തന്ന ആയുസ് തിരിച്ചെടുക്കാൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. അല്ലാതെ സ്വന്തമായിട്ട് പടച്ച റബ്ബ് തന്ന ജീവിതം അവസാനിപ്പിക്കുന്നത് അതൊരു വലിയ പാപത്തിൽ പെട്ടതാണ്. ഒരു വ്യക്തിക്ക് സ്വയമായി അവന്റെ അനുവാദത്തോടെ മറ്റുള്ളവർക്കോ അത് ചെയ്യാവുന്നതല്ല. അള്ളാഹു തന്ന ആയുസ് തിരിച്ചെടുക്കാറുള്ള കഴിവ് അള്ളാഹുവിനാണ്. ഒരിക്കലും നമുക്കതില്ലല്ലോ. അതുകൊണ്ടത് ചെയ്യുന്നത് ചെറിയ പായമല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ഓർമ്മപ്പെടുത്തും, അള്ളാഹു തന്ന ആയുസ് അള്ളാഹുവിനാണ് തിരിച്ചെടുക്കാനുള്ള അധികാരം. നീ അത് എടുക്കരുത്, നീ അത് നശിപ്പിക്കരുത്, നീ നിന്റെ ശരീരത്തെ കൊല്ലരുത് എന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് പ്രവാചകൻ ഉപദേശിക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നാലാമത്തെ കാര്യം, ആത്മഹത്യ ചെയ്യുന്നത് സാധാരണ പാപമല്ല, അതൊരു വലിയ പാപമാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 5, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരാശ നിന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്ലാം മനുഷ്യരെ പരിശീലിപ്പിച്ചിട്ടുള്ള നിരാശ ജീവിതത്തിൽ പാടുണ്ടോ? ഉണ്ടോ? നിരാശ സാധാരണ പാപമല്ല, മനസ്സിലാക്കിക്കോ. നിരാശ എന്ന് പറയുന്നത് ഒരു സാധാരണ തെറ്റല്ല, അതൊരു വലിയ തെറ്റാ. ഇത് നിരാശ എന്ന് പറഞ്ഞ എന്താ? പ്രതീക്ഷ അറ്റുപോവുക. മക്കളില്ല അല്ലേ, 10-15 കൊല്ലമായി മക്കളില്ല, വയസ്സ് കുറയായി ഉസ്താദെ മക്കളില്ല, ഇനിയിപ്പോൾ ഉണ്ടാകില്ല, അല്ല തരൂല എന്നതിനർത്ഥം. നിരാശ. നമ്മുടെ പള്ളിക്ക് വേണ്ടി 1 ടൺ കമ്പിയുടെ പൈസ തന്ന നമ്മുടെ തിരൂരുള്ള ഒരു സഹോദരൻ 20 കൊല്ലം കഴിഞ്ഞിട്ട് അല്ല ഒരു സന്താനത്തിന് കൊടുത്ത്. നമ്മുടെ ഉപാസിക്കാടെ പ്രായമൊന്നും അല്ലെന്ന് തോന്നില്ല, അണ്ണൻ കേട്ടില്ല, നല്ല പ്രായമുള്ള ഒരാളാണ്. നമ്മുടെ സജിയണ്ണൻ്റെ ഒക്കെ പ്രായം ഉണ്ടാകും അദ്ദേഹത്തിന്. 40 വയസ്സ് കഴിഞ്ഞില്ലേ? 40 വയസ്സൊക്കെ കഴിഞ്ഞു. ചെറിയൊരു മകൾ, 8, 6, 7 വയസ്സുള്ളൊരു മകളുണ്ട്. 20 കൊല്ലം കഴിഞ്ഞിട്ട് അള്ള സന്താനത്തിന് കൊടുത്ത്. അദ്ദേഹത്തിൻ്റെ സഹോദരനും മക്കളില്ല. ഞാൻ പറഞ്ഞു, വേറെ വഴുതൊന്നും കേൾക്കണ്ട, കൂടപ്പുറപ്പിനെ നോക്കിയാൽ മതി, അള്ള തരാൻ കഴിവുള്ളവനാണെന്ന് അതിനേക്കാളും വലിയ തെളിവില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിരാശ ജീവിതത്തിൽ പാടില്ല. നിരാശ വന്നുപോയാൽ റബ്ബിൻ്റെ സഹായം നിന്നുപോകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ജീവിതത്തിൽ നിരാശ വന്നുപോയാൽ പടച്ച റബ്ബിൻ്റെ സഹായം നമ്മളായിട്ട് നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഒരിക്കലും നിരാശ പാടില്ല. മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭൂരിഭാഗം മനുഷ്യരും ആത്മഹത്യയ്ക്ക് പ്രചരിപ്പിക്കുന്നത്, ഈ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊടുക്കുന്നത് നിരാശയാണെന്ന ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാ, വലാ തഅസൂ മിൻ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. ജീവിതത്തിൽ നിരാശയുള്ളവര് കേട്ടോ, ജീവിതത്തിൽ നിരാശപ്പെടുന്നവര് കേട്ടോ, ഈ ആയത്ത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇത് നിങ്ങൾക്കുള്ള പാഠമാണ്. ജീവിതത്തിൽ നിരാശയും കൊണ്ട് നടക്കുന്നവര് അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിൽ നിന്നുള്ള ആശ ഉണ്ടല്ലോ, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷയുണ്ടല്ലോ, പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു പ്രതീക്ഷ അറ്റുപോകുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിരീങ്ങൾക്കല്ലാതെ അല്ലെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ ഖുർആൻ പറയുകയാ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായം കിട്ടുമെന്നുള്ളത് ഒരാൾക്ക് എന്ന് നഷ്ടപ്പെട്ടു പോകുന്നോ അത് കാഫിരീങ്ങൾക്ക് മാത്രമേ നഷ്ടപ്പെട്ടു പോകത്തുള്ളൂ, മുസ്ലിമിന് നഷ്ടപ്പെട്ടു പോകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം നിരാശ ആർക്കേ ഉണ്ടാകൂ? ഈമാനില്ലാത്തവനെ ഉണ്ടാകൂ. നിരാശ ഈമാനുള്ള ഒരാളുടെ ജീവിതത്തിൽ അവൻ്റെ നിഘണ്ടുവിൽ തന്നെ നിരാശയില്ല. കാരണം അവൻ്റെ റബ്ബ് എന്തിനും കഴിവുള്ളവൻ, അവൻ്റെ അള്ള എന്തിനും കഴിവുള്ളവൻ, എൻ്റെ റബ്ബ് എന്തിനും കഴിവുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നിങ്ങൾക്കുണ്ടാ ഏതെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടോ? ഒരെണ്ണം പറ. അള്ളാഹുവിന് കഴിയാത്ത ഒരെണ്ണം നിങ്ങൾ പറ. ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ വിശ്വാസമില്ല.
അള്ളാഹുവിന് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? ആകാശത്ത് നിന്നിട്ടും മഞ്ഞും സെൽവി ഇറക്കി തന്നവനാ അള്ളാഹ്. ആകാശത്ത് നിന്നിട്ട് ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോ മഞ്ഞും സെൽവി അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്ത നല്ല തേൻ കട്ടയും ചുട്ട കോഴിയൊക്കെ ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്തില്ല അള്ളാഹ്ക്ക് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ചുമ്മാ അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ അണിക്കപോലൊന്നല്ല. അള്ളാഹിക്ക് സർവ്വതിനും കഴിവുണ്ട്. അപ്പൊ ജീവിതത്തിൽ നിരാശ, മുസ്ലിമിന് നിരാശയുണ്ടാകില്ല. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവന് മാത്രമേ നിരാശയുണ്ടാകൂ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പം ജീവിതത്തിൽ നിരാശയുണ്ടെങ്കിൽ അതിനർത്ഥം ഈമാനില്ല എന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറയുന്നു, ഖബില മൗതിഹി ബിസലാസതി അയ്യാം യഖൂലു ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി അസ്സ വജൽ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് 3 ദിവസം മുമ്പ് പറയുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് 3 ദിവസം മുമ്പ് പറയുന്നു, ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളിൽ ഒരാളും അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുള്ളവനായിരിക്കലല്ലാതെ നിങ്ങൾ മരിക്കരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു. മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനോട് പറയുന്നു, ഒരാളും മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കാത്ത രീതിയിൽ ഒരാളും മരിച്ചു പോകരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് 5-ാമത്തെ കാര്യം, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം. അള്ളാഹു സർവ്വതിനും കഴിവുള്ളവനാ. ക്യാൻസർ തന്ന എന്തിനാ സഹോദര? എത്രയോ പേര് ഇവിടെ വയതിന് ഉസ്താദേ ടെസ്റ്റിന് അയച്ചു, ഡോക്ടർ പറയുന്നു എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, 2ാമതും ഒരു സ്കാനിങ് ഉണ്ട്, ഒന്നുമില്ല എന്ന് പറയണം. ദുആ ചെയ്തു. ആദ്യത്തെ ടെസ്റ്റിൽ എന്തോ രോഗമുണ്ട്, 2ാമത്തെ ടെസ്റ്റിൽ രോഗമില്ല. നോക്കിയ ഡോക്ടർ കണ്ണ് തള്ളിയിട്ട് ചോദിക്കുന്നു എന്തേ സംഭവിച്ചതെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.